വിശ്വാസത്തോടൊപ്പം വികസനമെന്ന കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച് സെപ്റ്റംബർ 22-ന് ശബരിമല സംരക്ഷണ സമ്മേളനം നടക്കും. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വികസനവും ശബരിമലയുടെ സുരക്ഷയും ചർച്ചയാകും. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പന്തളം നാനാക് കൺവെൻഷൻ സെന്ററിലാണ് സെമിനാർ. 3 മണി മുതൽ സ്വാമി അയ്യപ്പൻ നഗറിൽ ഭക്തജന സംഗമം നടക്കും. ഹൈന്ദവ സംഘടനകൾ, സന്യാസിവര്യന്മാർ, സാമുദായിക സംഘടനകൾ, സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവരും ഭക്തജന സംഘടനകളും ശബരിമല ആചാരാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടവരും പങ്കെടുക്കും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും അരുൺ കൊടുങ്ങൂർ ഒപ്പം ചേരുന്നു. അരുൺ, വിശ്വാസത്തോടൊപ്പം വികസനം, ഇതാണ് പ്രധാന സന്ദേശം. അതൊരു വലിയ കാഴ്ചപ്പാടല്ലേ? എന്താണ് ഈ ശബരിമല സംരക്ഷണ സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്നത്? തീർച്ചയായും ഏറ്റവും സുപ്രധാനമായ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ശബരിമല കർമ്മസമിതി മുന്നോട്ട് വെക്കുന്നത്. ശബരിമലയിൽ വികസനം നടത്തുകയാണെങ്കിൽ അത് വിശ്വാസങ്ങൾ പൂർണ്ണമായും സംരക്ഷിച്ച് മാത്രമേ നടത്താവൂ എന്നുള്ള കൃത്യമായ ഒരു കാര്യമാണ് കർമ്മസമിതി മുന്നോട്ട് വെക്കുന്നത്. ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെക്കുന്നത് നമുക്കറിയാം, മറ്റു ക്ഷേത്രങ്ങൾ പോലെയല്ല. ശബരിമല കാനന ക്ഷേത്രമാണ്. ഓരോ വർഷവും മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം 2 മാസം കാലം നീണ്ടുന്ന തീർത്ഥാടന കാലത്തിൽ കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് ഈ ഒരു സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നത്. ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ അടക്കം കൃത്യമായി ഒരുക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. ആ സമയം വിശ്വാസങ്ങൾ പൂർണ്ണമായും കാത്തു സംരക്ഷിച്ചുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള വികസനങ്ങളൊക്കെയും നടത്തുവാൻ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സംഗമത്തിലൂടെ ശബരിമല കർമ്മസമിതി മുന്നോട്ട് വെക്കുന്നത്. സെപ്റ്റംബർ 22-ന് പന്തളത്താണ് ഈ സംഗമം നടത്തുക. രാവിലെ 9 മണിയോടെ സംഗമത്തിന്റെ ആദ്യ സെമിനാർ ആരംഭിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമലയുടെ വികസനം, സുരക്ഷ എന്നീ വിഷയങ്ങളിൽ വിശദമായ ഒരു സെമിനാർ നടക്കും. ഈ രംഗത്തെ വിദഗ്ധരടക്കമുള്ള ആളുകൾ ഈ സെമിനാറിൽ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനം നടക്കുക. ശബരിമല സംരക്ഷണ സംഗമം നടക്കുക. അതിൽ ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടവരുണ്ട്, ഹൈന്ദവ സംഘടന നേതാക്കൾ ഉണ്ട്, സാംസ്കാരിക നേതാക്കളുണ്ട്, അതോടൊപ്പം തന്നെ വിവിധ സാമുദായിക സംഘടനാ നേതാക്കളൊക്കെ തന്നെയും പങ്കെടുക്കുന്ന, ആയിരങ്ങൾ അണിനിരക്കുന്ന ഒരു സംഗമം കൂടിയാകും ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. നമുക്ക് പന്തളത്തിന് ഏറെ പ്രത്യേകതയുണ്ട്. ശബരിമലയുമായി അഭേദ്യമായ ബന്ധമുള്ള ഒരു നാടാണ്. അതോടൊപ്പം തന്നെ 2018 സുപ്രീം കോടതി ഉത്തരവിന്റെ മറവിൽ ശബരിമലയുടെ ഏറ്റവും പവിത്രമായ, ഏറ്റവും ശ്രേഷ്ഠമായ ആചാരാനുഷ്ഠാനങ്ങൾ തച്ചു തകർക്കാൻ നോക്കിയ സർക്കാരിനെതിരെ ആദ്യ പ്രതിരോധം പന്തളത്തിന്റെ മണ്ണിൽ നിന്നുമായിരുന്നു. നാമജപ ഘോഷയാത്രകൾ, ആയിരങ്ങൾ പങ്കെടുത്ത നാമജപ ഘോഷയാത്രയോടെയായിരുന്നു ഈ പ്രതിരോധത്തിന്റെ തുടക്കം ആയിരുന്നത്. ആ ഒരു മണ്ണിൽ തന്നെയാണ് വീണ്ടും ശബരിമല സംരക്ഷണ സംഗമം നടക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കൂടി ഇവിടെയുണ്ട്. എന്തായാലും ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന ആ ചോദ്യങ്ങളൊക്കെ തന്നെ ഏറെ പ്രസക്തമാണ്. സെപ്റ്റംബർ 20-ന് പമ്പാ നദീ തീരത്താണ് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിലുള്ള അയ്യപ്പ സംഗമം നടക്കുക. ഇതിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ഉദ്ദേശങ്ങൾ, ഗൂഢമായ ലക്ഷ്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ തന്നെ ഭക്തർക്ക് മുന്നിലേക്ക് തുറന്നിട്ടുകൊണ്ട് കൃത്യമായി തന്നെ ചർച്ചയാക്കിക്കൊണ്ടാണ് സമ്മേളനങ്ങൾ നടക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ അയ്യപ്പ ഭക്ത സംഗമം നടക്കാനുള്ള സർക്കാരിന്റെ ധാർമ്മികത തന്നെയാണ് പ്രധാനമായും ചോദ്യം ചെയ്യുന്നത്. കാരണം ശബരിമലയുടെ പവിത്രമായ ആചാരം സംരക്ഷിക്കാനായി ഒരു നടപടിയും എടുക്കാതെ എന്തിനാണ് ഇത്തരം ഒരു സമ്മേളനം നടത്തുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് ഇവർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. അത് തന്നെയാണ് ഈ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഭക്തർക്കെതിരെ എടുത്ത കേസുകളാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക, ഭക്തർക്കിടയിലേക്ക് ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക. ഈ അയ്യപ്പ സംഗമത്തിന് പിന്നിലെ ഇരട്ടത്താപ്പ് കൃത്യമായി തുറന്നു കാണിച്ചുകൊണ്ട് തന്നെയാണ്, ചോദ്യങ്ങൾ കൃത്യമായി ചോദിച്ചുകൊണ്ട് തന്നെയാണ് ഹൈന്ദവ സംഘടനാ നേതാക്കളൊക്കെ തന്നെ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിലെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉള്ള ഇടപെടലൊക്കെ തന്നെയായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ തന്നെ സജീവ ചർച്ചയായി നിൽക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് സെപ്റ്റംബർ 22-നുള്ള ശബരിമല സംരക്ഷണ സംഗമത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. കൃഷ്ണരാജ്.